സുബഹിക്ക് ഉറക്കപ്പിച്ചിൽ ഞാൻ കാട്ടി വെച്ചൊരു പണിയായത് നല്ലൊരു ഷോള് കൊണ്ടുപോയിട്ട് ഓട്ടാക്കി. ഇന്ന് കുറച്ച് ലോങ് ട്രാവൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഏർലി മോർണിംഗ് തന്നെ എണീറ്റിട്ട് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഓരോ വള്ളികളാണ് ഇതൊക്കെ. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ തന്നെ മാറ്റി റെഡി ആയിട്ട് കാറ് കയറി. ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് കാറെന്നാണ്. എന്താ അറിയില്ല, ഞാനിപ്പോൾ എന്നും എവിടെ പോവാണെങ്കിലും മേക്കപ്പ് ഒക്കെ കാറെന്നായിരിക്കും. ഞാൻ വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യും. പയ്യെ മേക്കപ്പ് ചെയ്ത് അതാകുമ്പോൾ കുറച്ച് നേരം ഉറക്കം കിട്ടുമല്ലോ എന്ന് വെച്ച് പയ്യെ എഴുന്നേറ്റ് വണ്ടിയിൽ കയറി പയ്യെ മേക്കപ്പ് പോവും. ആ സമയത്ത് ഇവിടെ വരികയാണെങ്കിൽ വണ്ടിയിലിരുന്ന് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ കാര്യം? കണ്ണ് എഴുതാൻ പറ്റുമോ? ഇങ്ങനെ പോവും. അതാണ് റോഡിന്റെ സ്ഥിതി. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ ഇന്ന് പോണത് എറണാകുളത്തേക്കാണ്. വീട്ടിലൊക്കെ കണ്ടില്ലേ വീഡിയോൻ്റെ? യെസ്, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവാം. എപ്പോഴും പരാതിയാണ്, ഇന്നെ കാണാൻ എപ്പോഴും ഇങ്ങോട്ട് വരണം, ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന്. അപ്പോൾ ഇന്ന് പരാതി തീർത്ത് കൊടുക്കാൻ ഞാൻ എൻ്റെ വീട്ടുകാരും കൂട്ടിയിട്ട് ഓൻ്റെ വീട്ടിൽ പോവാം. എപ്പോഴും കമൻറ്റ് ബോക്സിൽ വരലാൽ ക്വസ്റ്റ്യനാണ്, ഷായിൻ്റെ വീട്ടിൽ പോവലില്ലേ, അവിടെ നിൽക്കലില്ലേ, അവിടുത്തെ റൂട്ടീൻ ഇടുമോ, അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇടുമോ, അവിടുത്തെ റൂം ടൂർ ഇടുമോ എന്നുള്ളതൊക്കെ. ഞാൻ ഷായിൻ്റെ നിക്കാഹ് മാത്രം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്റ്റേ ചെയ്യാനൊന്നും ഷായിൻ്റെ വീട്ടിൽ ഇതുവരെ പോയിട്ടില്ല. തന്നെ ഇവർ സ്റ്റേ ചെയ്യുന്ന എറണാകുളത്തുള്ള വീട്ടിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ വീട് കാണുന്നത്. ഇനി കുറേ പേർക്കുള്ള സംശയം ഉണ്ടാവും, ഷായിൻ്റെ വീട് എവിടെയാണ്, എറണാകുളത്താണോ, അപ്പോൾ എന്തെങ്ങോട്ട് പോകണമെന്നൊക്കെ. സോ ബേസിക്കലി ഷായിൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് നിന്നാണെങ്കിലും അവരുടെ വർക്കും ബിസിനസ്സും കാര്യങ്ങളൊക്കെ എറണാകുളത്താണ്. സോ ഇപ്പോൾ കറൻ്റ്ലി ഒരു 1.5 years ആയിട്ട് ഫാമിലി മൊത്തം എറണാകുളത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ഷാഹിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞ് എനിക്ക് വ്ളോഗുള്ള കാര്യം ഓർമ്മ ഉണ്ടായില്ലടോ. കാറിൽ കയറിയപ്പം ഐ വാസ് ലൈക്ക് ബ്രോ, ഒന്നും എടുത്തില്ലല്ലോ ഞാൻ. അങ്ങനെ നമ്മൾ ഓൻ്റെ വീട്ടിൽ പോയി ഉമ്മ എന്താക്കി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഷാഹിനെ അവിടുന്ന് ഞങ്ങളെ കൂടെ കൂട്ടി. കാരണം ഇപ്പച്ചിക്ക് പിന്നെ കാക്കനാട് സൈഡിൽ ഒരു എക്സ്പോ അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഷാഹിൻ്റെ വീട്ടിലും പോവാതെ വരെ പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോയത്. നാട്ടിലുള്ള വീട്ടിൽ ഞാൻ കാണാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം അടുത്തും ഞാനും ഷൈനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പച്ചിനും ഇമ്മച്ചിനും ഹാദിനെ എക്സ്പോയിൽ ഇറക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ബാക്കി ഷോപ്പിങ്ങിന് ഇറങ്ങി. അല്ല, പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഇല്ല. ഡൈക്കറ്റ് സ്മാർട്ടിൽ പോകണം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു. എത്ര സ്റ്റിക്കർ വാങ്ങി തരും? 5 സ്റ്റിക്കർ. 10 എന്നൊക്കെ പറഞ്ഞു പോകുമ്പല്ലേ എനിക്കവിടെ 10 ഇഷ്ടാവൂല. അങ്ങനെയാണ് ഇവിടെ എപ്പോഴും നടക്കല്. ഇഷ്ടമുള്ള വാങ്ങിക്കോര, 10 വാങ്ങാണ്ടാവൂല. അപ്പൊ ആർക്കാണ് ലാഭം? ഷൈൻഷാക്ക്. നിങ്ങൊത്ത് വാങ്ങാണ്ടില്ല. ചങ്ങായിക്ക് എപ്പോഴും ലാഭം. 2000 റുപ്യ ചങ്ങായിക്ക് എപ്പോഴും ലാഭാവും. ഇന്നെ ചാമ്പല ഇന്നെ പറ്റിച്ച് ജീവിക്കാം. അങ്ങനെ ഇപ്പന്റെ മെയിൻ കലാപരിപാടി. വാഗ്ദാനങ്ങൾ തന്ന് പറ്റിക്കാം. എന്താ ലവ് സ്റ്റോറിന്റെ ഫ്രണ്ട്സ് വരെ വന്നിട്ട് എന്നോട് മറ്റേ ഇൻബോക്സിൽ വന്ന് ലവ് സ്റ്റോറി പറ. അപ്പൊ യൂട്യൂബില് പറയണോ? എന്താണ് കൊറേ ആൾക്കാര് കമന്റ് ബോക്സിൽ ലവ് സ്റ്റോറി ഷൈനിഷ പറയാൻ റീഡില്ല എന്നാ പറഞ്ഞത്. ലവ് സ്റ്റോറി റിവീൽ ചെയ്യില്ല. എന്താ പറയാത്ത? പറയൂ. കണ്ടന്റിനുള്ളൊന്നും ഇല്ലാതെ സ്റ്റോറി ഇല്ലാത്ത ലവ്. സ്റ്റോറി ഉണ്ട്, സ്റ്റോറി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ പറയാ, രണ്ടുപേരുടെ സ്റ്റോറി രണ്ടാണ്. ഷൈൻഷ പറയുമ്പോ ഷൈൻഷാന്റെ നല്ലൊരു ഭാഗം, എന്റെ നല്ല ഭാഗം തന്നെ പറയല്. ഈ പറയുമ്പോ എന്റെ ചീഞ്ഞ ഭാഗം പറയും. എന്റെ നല്ല പറഞ്ഞില്ലെങ്കിൽ വെറുതെ അങ്ങനെ വെളുപ്പിച്ചാൻ പറ്റും നമുക്ക് അല്ലേ? ഇതാണ് ഞങ്ങൾ ലവ് സ്റ്റോറി പറയാത്ത അടിച്ച് പീരി കഥ പറഞ്ഞു ഫുൾ ആവുമ്പത്തിന് അടിച്ചങ്ങോട്ട് പീരി. അതാണ് പ്രശ്നം. ഇതൊക്കെ പറയണത് ഇങ്ങനെ തന്നെ ആണ്. എന്ത് നിലമ്പൂർ ഫർണിച്ചർ കഴിഞ്ഞിട്ട് ഡൈക്കറ്റ് സ്മാർട്ട് തിരക്കുണ്ടേടി. ഇതെത്തോ അപ്പുറത്തോ ഈ വൈകിട്ട് പറഞ്ഞ തിരക്കുണ്ടാവും. അപ്പൊ ഹി വാസ് ലൈക്ക് കുട്ടികളെയും മക്കളെങ്ങനെ സ്കൂൾക്ക് എങ്ങനെ ഇതൊക്കെ കൊണ്ടുപോവാന്ന്. ഷൈൻസ് ഒരുപാട് അറിയാനിരിക്കുന്നു അല്ലേ? ഫീസ് വേറെ, ചെലവ് വേറെ, പെൻസിലും പെന്നും വാങ്ങാനുള്ള ചെലവ് വേറെ.
ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് എൻ്റെ സ്റ്റിക്കറൊക്കെ. ഒരു പെട്ടി ഇപ്പൊ തന്നെ അറിഞ്ഞാണ്, പെട്ടി അതിന് വേറെ ഉണ്ടാക്കേണ്ടി വരും. ആ പേരും നമുക്ക് വാങ്ങാം. അങ്ങനെ നേരെ ഡൈക്കറ്റ് സ്മാർട്ടിൽ കയറി. അവിടെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു, സ്കൂൾ സീസണൊക്കെ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നോക്കി എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു. കാരണം എന്തെങ്കിലുമൊക്കെ ക്യൂട്ടായിട്ട് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നുമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് ഒരു ജേർണലിൻ്റെ ഒരു ബുക്കും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടുന്ന് നേരെ ഇറങ്ങി. പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പച്ചിനൊക്കെ പോയിട്ട് പിക്ക് ചെയ്യാൻ നിന്നും. ഒരു 8 കിലോമീറ്റർ പോകാൻ തന്നെ ഞങ്ങൾ 1.25 മണിക്കൂറാണ് ബ്ലോക്കിൽ നിന്നത്. ആൻഡ് ഇത് എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ ചില കമൻറ്റ്സ് വരും, നിങ്ങൾ രണ്ടുപേരും എന്തൊരു ഓവറാണെന്നുള്ളത്. ഞങ്ങൾ രണ്ടുപേർക്കും കംഫർട്ട് പ്ലേസസ് ആയിട്ടുള്ള 2 പേരാണ് ഞങ്ങൾ 2 പേര്. അതിൻ്റെ ഓരോ ഇതാണ് നിങ്ങൾ ഈ വ്ളോഗിലൊക്കെ കാണുന്നത്. അല്ല, എന്തെങ്കിലുമൊക്കെ അടുത്തു കൂടെ പോകാൻ കാത്തിക്കണവരുണ്ടാവും, ചൊറിഞ്ഞ് കമൻ്റ് ഇടാനവർക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും കൂടെ മെഹ്റബ് മന്തിയിൽ പോയിട്ട് മന്തിയും കഴിച്ചു. വരുന്ന വഴിക്ക് മിസ്റ്റർ DIYയിലും ഞാൻ കയറി. അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടിടാം. കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മിനി വ്ളോഗ് എന്ന് പ്രത്യേകം എഴുതിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.